നമസ്കാരം, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റിയിലേക്ക് വന്നാൽ പൊതുവെ ബലഹീനമായ ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് നമ്മൾ കണ്ടതെങ്കിലും 25,900 മുകളിലായി തന്നെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ചെറിയ ഒരു പോസിറ്റീവ് ഘടകമായി നമുക്ക് കാണാം. നിഫ്റ്റിയും സെൻസെക്സും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല റിക്കവറിയാണ് കാണിച്ചത്. പക്ഷേ ബ്രോഡർ മാർക്കറ്റുകൾ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇടിയുകയുണ്ടായി. ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും കോറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തത്, അതായത് ഒരു ഇടിവിൽ നിന്നും രക്ഷിച്ചത് ബാങ്കിങ്, ഓട്ടോ, മെറ്റൽ സെക്ടറുകളായിരുന്നു. ഇന്ന് സെക്ടറുകളിൽ ഏറ്റവും ടോപ്പ് പെർഫോമേഴ്സായി മാറിയ സെക്ടർ മെറ്റൽസ് ആയിരുന്നു. മെറ്റൽ സെക്ടർ നല്ല നേട്ടമുണ്ടാക്കാനുള്ള ഇപ്പോഴത്തെ ചില കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മെറ്റൽ പ്രൈസസ് നല്ല നിലയിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചില സെക്ടറുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോപ്പർ പ്രൈസസ് 15 വർഷത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണുള്ളത്. കൂടാതെ സിൽവർ പ്രൈസുകൾ റെക്കോർഡ് ഹൈ കഴിഞ്ഞ ദിവസമാണ് ടച്ച് ചെയ്തത്. കൂടാതെ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള സ്റ്റിമുലസ് പാക്കേജുകളും മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് ഏറെ ഗുണകരമായി. ഹിൻഡ് കോപ്പർ 9%, സെയിൽ, നാൽക്കോ തുടങ്ങിയവ 5% നേട്ടവും ഉണ്ടാക്കി. മെറ്റൽ സെക്ടർ 2% നേട്ടമുണ്ടാക്കിയപ്പോൾ PSU ബാങ്കാണ് പിന്നീട് നല്ല റാലി നടത്തിയത്. ഏകദേശം 1.5% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് 0.4% ഇന്ന് ഉയർന്നത്. പ്രീ ക്വാർട്ടർലി റിസൾട്ടുകൾ മികച്ചതാകും എന്നതുകൊണ്ടാണ് PSU ബാങ്കുകൾ നല്ല നേട്ടമുണ്ടാക്കിയത്. കൂടാതെ അവരുടെ അസറ്റ് ക്വാളിറ്റിയും ക്രെഡിറ്റ് ഗ്രോത്തും സ്റ്റേബിൾ ആയിരിക്കും എന്നതുകൂടി ഇതിന് കാരണമായി. നിഫ്റ്റി ഇന്ന് ഇടിയാതെ പിടിച്ചു നിർത്തിയതും ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. മറ്റൊരു നല്ല നേട്ടമുണ്ടാക്കിയ സെക്ടർ ഓട്ടോ ആയിരുന്നു. മന്ത്ലി സെയിൽസ് ഡാറ്റ മികച്ചതാകും എന്നുള്ള പ്രതീക്ഷ കാരണമാണ് ഓട്ടോ സെക്ടർ നല്ല നേട്ടമുണ്ടാക്കിയത്. ഫെസ്റ്റിവൽ സീസണിന് ശേഷം ആ ഒരു ഡിമാൻഡ് വീണ്ടും തുടരും എന്നുള്ള പ്രതീക്ഷയും, കൂടാതെ റൂറൽ ഡിമാൻഡ് സ്റ്റേബിളായി തന്നെ തുടരും, EV സെഗ്മെന്റിൽ സ്റ്റെബിലിറ്റി തുടരും എന്നുള്ള പ്രതീക്ഷയും ഒക്കെയാണ് നിഫ്റ്റി ഓട്ടോ നല്ല രീതിയിൽ ഉയരാൻ കാരണമായത്. ഏതായാലും നിഫ്റ്റി മെറ്റൽസിലെ ധാരാളം സ്റ്റോക്കുകളും കൂടാതെ നിഫ്റ്റി മെറ്റൽ സെക്ടറും നല്ല ബുള്ളിഷായിട്ടാണ് കാണുന്നത്. വരുന്ന ദിവസങ്ങളിലും ഈ ഒരു സെക്ടർ പ്രത്യേകം ഫോക്കസിൽ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഇവിടെ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് എടുത്തിരിക്കുന്ന രണ്ട് സ്റ്റോക്കുകളും നല്ല ഗംഭീര റാലി ഇന്ന് നടത്തിയ സ്റ്റോക്കുകളാണ്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ 55% ഡിസ്കൗണ്ടോടുകൂടി 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ധാരാളം സ്റ്റോക്കുകൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞ ആ ഒരു ക്യൂബെക്സ് ട്യൂബിങ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ന് രാവിലെ ഏകദേശം ഒരു 12% നേട്ടമാണ് ഉണ്ടാക്കിയത്. 99.50 എന്ന നിലയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ആ സ്റ്റോക്ക് അവിടെ പറഞ്ഞു പോയത്. 3 ദിവസം കൊണ്ട് മാത്രം 40% മുകളിലാണ് റിട്ടേൺ തന്നത്. അതിനുശേഷം ഒരു ഉച്ചയോടുകൂടി സ്റ്റോക്ക് ഇടിയുകയുണ്ടായി. എന്നിരുന്നാലും കേവലം 3 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ഗംഭീര റാലിയാണ് നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ് സ്റ്റോക്ക് ഇവിടെ പരാമർശിച്ചത്. ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. തിരികെ സ്റ്റോക്കിലേക്ക് വരാം. KPI ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഒരു ഗംഭീര റാലിയാണ് നമുക്ക് സ്റ്റോക്കിൽ ലഭിച്ചത്. 17% മുകളിൽ സ്റ്റോക്ക് ഇന്ന് ഉയർന്നു. സ്റ്റോക്ക് നമ്മൾ ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 491 സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 385, 400 എന്നുള്ള ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീബൗണ്ടാണ് സ്റ്റോക്കിന് ലഭിച്ചിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അത് ബ്രേക്ക് ചെയ്തു എന്നത് ഒരു റിവേഴ്സലിൻ്റെ സൂചനയായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിനോടൊപ്പം നല്ല ബുള്ളിഷ് വോളിയം കൂടിയുള്ളത് ഒരു വോളിയം കൺഫർമേഷൻ കൂടി നമുക്ക് തരുന്നുണ്ട്. നല്ല വോളിയം സ്പൈക്ക് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തന്നെ കാണാം. മറ്റൊരു നല്ല ബുള്ളിഷായി നിൽക്കുന്ന സ്റ്റോക്ക് ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് ഏകദേശം 20% അടുത്ത് നേട്ടത്തിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 20% നേട്ടമുണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ സോണിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. 390 മുതൽ 400 വരെയുള്ള ഈ ഒരു സോണിൽ അതിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീക്ക്ലി ക്ലോസിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഫസ്റ്റ് ടാർഗറ്റായി നമുക്ക് കാണാൻ കഴിയുന്നത് 425 സ്റ്റോക്കിൽ നല്ല വോളിയവും കാണുന്നുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി പറയാനുള്ളത്. കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.
ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.